വയനാട് ദുരന്തത്തിന് കാരണം കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. അപകട മേഖലയുടെ മലയോര പ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ മേഖലകളാണെന്നും റിപ്പോർട്ട് പറയുന്നു. അതേസമയം അതിതീവ്ര മഴ രേഖപ്പെടുത്തിയെങ്കിലും ആവശ്യമായ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വയനാട് മുണ്ടക്കൈയിൽ ഇക്കഴിഞ്ഞ 30-ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തുവന്നത്. റിപ്പോർട്ട് പ്രകാരം വയനാട്ടിലുണ്ടായ കനത്ത മഴയാണ് ഉരുൾപൊട്ടലിന് കാരണം. ഭൂപ്രദേശത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും കൂടാതെ വലിയ പാറക്കഷ്ണങ്ങളും ചെളിയും ദ്രുതഗതിയിൽ ഒഴുകിയെത്തിയതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം വയനാട് അടക്കമുള്ള വടക്കൻ കേരളത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് മാത്രമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നത്. വയനാട് ജില്ലയിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിട്ടും ആവശ്യമായ നിർദ്ദേശം നൽകുന്നതിൽ കാലാവസ്ഥാ വകുപ്പിന് വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കുന്നതിന് തടസ്സമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുണ്ടക്കൈ, ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ സംഭവ ദിവസം ഉദ്യോഗസ്ഥ സംഘമെത്തി നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.